ഹായ്, വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ മണ്ണാർശാല അമ്പലത്തിൽ നിന്ന് പോകാൻ വേണ്ടി ഇറങ്ങുകയാണ്. കുറച്ച് ദിവസമായി വണ്ടി എടുത്തിട്ട്, അപ്പോൾ വണ്ടി എടുക്കണമെന്ന് അമ്പലത്തിൽ പോവുകയും വേണം. അപ്പം അങ്ങനെ നല്ല കുഞ്ഞുസണ്ട് ഭയങ്കരമായിട്ട് ബഹളം. ഞാൻ ഓടിക്കാമെന്നുള്ള ഭാഗത്തിൽ ഒരു ഹായ് പറഞ്ഞേ. എന്താ പോകാത്തതെന്ന് ഇപ്പം കരച്ചില്ല. കുഞ്ഞൂസിൻ്റെ അമ്മയോട് ഒരുങ്ങുന്നുണ്ട്, ഒരുങ്ങി ഇറങ്ങുന്നു. കുഞ്ഞൂസിൻ്റെ അമ്മയും ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോകുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്ത് ആരാ ഓടിക്കുന്നത്. ഇങ്ങനെ അങ്ങോട്ടത്തേക്ക് മാളുവാണ് ഓടിക്കുന്നത്. വണ്ടി ഇറക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം കുറച്ച് ദിവസം എടുക്കാതെ വെച്ചത്. ഹാൻഡ് ബ്രേക്കിനൊരു പ്രശ്നം, സ്റ്റിയറിങ്ങിന് ഉണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങ് റെഡിയായി. ഇങ്ങനെ ഞങ്ങൾ മണ്ണാർശാല അമ്പലത്തിൽ ചെന്നു. ഞങ്ങൾ വണ്ടി അവിടെ കൊണ്ട് പാർക്ക് ചെയ്ത സമയത്ത് 1-2 വണ്ടിയേ ഉള്ളായിരുന്നേ. ഞങ്ങളും വിചാരിച്ചു അതേ ഉള്ളതെന്ന് പറഞ്ഞ് ലാവിഷായിട്ട് അവിടെ കൊണ്ട് ഇറക്കി. തിരിച്ചു വന്നപ്പോൾ നല്ല ഫുൾ വണ്ടി അവിടെയൊക്കെ നിറഞ്ഞു. ഞങ്ങൾ കിഴക്കേ വാതിലിൽ കൂടാണ് അമ്പലത്തിലോട്ട് കയറിയത്. കുറേ കൂടെ അല്ല, ഫ്രണ്ടിൽ കൂടെ ചെന്നപ്പോൾ നടയെല്ലാം തുറന്ന് വിളക്കെല്ലാം കത്തിച്ച് നല്ല ഭംഗിയായിട്ട് തൊഴാൻ പറ്റി. ഞാൻ വെളിയിൽ നിന്നുണ്ട്. പിന്നെ ഞങ്ങളകത്ത് കയറി പ്രദക്ഷിണമൊക്കെ വെച്ച് ഒരു തുലാഭാരം വൈകിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള കൊലകളും മഞ്ഞളും എല്ലാം കൊണ്ടുവച്ച് പിന്നെ മഞ്ഞൾപ്പറയൊക്കെ ഇടുന്നുണ്ടായിരുന്നു എല്ലാവരും. ഞങ്ങളവിടെ എല്ലാം തൊഴുത് പിന്നെ വടക്കയില്ലത്ത് പോയി. വടക്കയില്ലത്ത് കയറി തൊഴുത് ഞങ്ങളവിടെ നിൽക്കുമ്പം തന്നെ അപ്പുറത്ത് അമ്മയുടെ ദർശനം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇരുന്നവർ ഞങ്ങളോട് പറഞ്ഞു ദർശനമുണ്ട്. അപ്പോൾ ഞങ്ങൾ പോയി തൊഴുതു. അമ്മ ഞങ്ങളോട് പ്രസാദമൊക്കെ എടുത്ത് തൊടാൻ പറഞ്ഞു. അങ്ങനെ തൊട്ട് പിന്നെ കുഞ്ഞിനെയും കൊണ്ടുപോയി. കുഞ്ഞിനെ കൊണ്ടുവന്നെന്ന് ഞാൻ പറഞ്ഞപ്പോൾ കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കുഞ്ഞിനെ കൊണ്ടുപോയി കാണിച്ച് ദക്ഷിണയൊക്കെ ഇട്ട് അമ്മയുടെ അനുഗ്രഹം ഉപ്പങ്കാവിൻ്റെ അവിടെ പോയി ഉപ്പങ്കാവിലും പോയി. അത് കഴിഞ്ഞ് ഭദ്രകാളി ക്ഷേത്രം ഉണ്ടല്ലോ, അപ്പോൾ അവിടെയും പോയി എല്ലാം തൊഴുത് കുഞ്ഞൂസിനെ കുറച്ച് നടത്തി. അവിടെ എല്ലാം നിന്ന് കളിക്കണം. പിന്നെ മണ്ണാർശ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇവിടെ നിന്നുകൊണ്ടുള്ള ഒരു ഫോട്ടോ മസ്റ്റാണ്. അതില്ലാതെ ആരും വരത്തില്ല. അപ്പോൾ ഞങ്ങളും അവിടെ നിന്ന് അതുപോലെ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്ത് ഇപ്പോഴത്തേന് ആൾ ഇഷ്ടം പോലെ വരാൻ തുടങ്ങി. ഞായറാഴ്ച വൈകിട്ടത്തിനേക്കാളും ശനിയാഴ്ച നല്ല തിരക്കായി. പിന്നെ അങ്ങനെ കുഞ്ഞൂസിനെ നടക്കുമല്ലോ, ഓടുക. മഴ പെയ്ത് ചെറിയ ശകലം ചള്ളയുണ്ടായിരുന്നു. അപ്പോൾ അതാ പുള്ളി നടക്കാൻ ഉദ്ദേശിച്ച്. കാലയിലത് കുഞ്ഞിന് നല്ല ഇഷ്ടം നനവും. ആരെ കൊണ്ടും പിടിക്കത്തില്ല, ഓട്ടം. തിരിച്ച് നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അവിടം വരെ വന്നു കഴിഞ്ഞിട്ട് തിരിച്ച് നടക്കും. തിരിച്ചു പോകാനാണ്. അങ്ങനെ തിരിച്ച് പോയെടുത്തു മാളും എടുത്തുകൊണ്ട് വരും. അവിടെ ഉറുമ്പും ഉണ്ട്, എടുക്കാൻ സമ്മതിക്കത്തില്ല. നടന്ന് ചെന്നിട്ട് എല്ലാവരും ചെന്ന് പിടിക്കും. അങ്ങനെ കുറേ കഴിഞ്ഞിട്ട് തിരിച്ച് വരുന്ന വഴിയാണ് പുപ്പങ്കാവിൻ്റെ അവിടെ വീണ്ടും നിന്ന് തൊഴുക. ചുറ്റ എടുത്തുകൊണ്ട് പിന്നെ അവിടെ കുറച്ച് കുളത്തിൻ്റെ അപ്പുറത്ത് വേറെ തൊഴാനുണ്ടല്ലോ, അവിടെ എല്ലാം തൊഴുത് പടിഞ്ഞാറേ നടയിൽ വന്നില്ലായിരുന്നു. അങ്ങനെ പിന്നെ ഓഫീസിൻ്റെ അതിലേ കൂടെ പടിഞ്ഞാറേ നടയിൽ വന്നു ഞങ്ങൾ അമ്പലത്തിൻ്റെ. പടിഞ്ഞാറേ നടയിൽ കൂടെ കയറി ചെന്നിട്ടാണ് ഞങ്ങൾ വെളിയിലോട്ട് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ തൊഴുതിട്ട് വെളിയിലോട്ട് വരുന്നു. വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ എരിപ്പാട്ടോട്ട് പോകാൻ കാറ് കിടക്കുന്ന നടന്നു പോകുക. അവർ മുന്നേ പോയി, ഞാൻ പുറകെ ഫോണൊക്കെ. പിന്നെ വെള്ളം കുടിക്കാൻ കടയിൽ കയറി. ഇപ്പോഴത്തേന് കുഞ്ഞ് കളിപ്പാട്ടങ്ങളൊക്കെ കണ്ടപ്പോഴത്തേന് ആളുവിനെ പോലും നോക്കാതെ ഓടുന്നുണ്ട് അതിൻ്റെ അടുക്കലോട്ട്. കാവുകളൊക്കെയാണ്.
വിട്ട് കളിപ്പാട്ടക്കടയിലോട്ട് ചെന്ന് കയറും. അവിടെ ചെന്നപ്പോൾ എല്ലാം വേണം, ഒന്ന് പോരാ. അങ്ങനെ ഷട്ടിൽ ബാറ്റൊക്കെ വാങ്ങി. ഇത് വേണേ ഇത് തരാം, ഇത് 50 രൂപയാണ്. പക്ഷേ ഇത് ഇവർക്ക് പറ്റുന്ന അത് ബാറ്റും ബോളിന് പോയപ്പോൾ ഇത് മതിയെന്ന് പറഞ്ഞു. ഞാൻ അത് വാങ്ങിച്ച് കടയിലെ മറ്റുള്ള സാധനങ്ങളൊക്കെ കണ്ടെടുത്ത് വെള്ളമൊക്കെ കുടിച്ച് കുഞ്ഞൂസ് അവിടിച്ച നേരം ബാറ്റും ബോളും ഒക്കെ കളിച്ച്. തിരിച്ച് ഞങ്ങൾ വണ്ടിയെ കയറി. ആളുമാണ് ഓടിച്ചിങ്ങ് കൊണ്ടുവന്നത്. കുറച്ച് രശ്മിയെ ഓടിച്ച്. അയ്യോ വരും തോന്നിച്ചില്ല. വീട്ടിൽ കാരണം ഇറങ്ങാൻ വയ്യ. ടാറ്റാ ബൈ ബൈ.